നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകാശ് കടയിലിരിക്കുന്ന സമയത്താണ് ആകാശിനെ രവീന്ദ്രൻ വിളിക്കുന്നത്. രവീന്ദ്രൻ വിളിച്ചിട്ട് ആകാശിനോട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ആകാശ് പറഞ്ഞു, അതിനെന്താ അങ്കിളെ, ഞാൻ വരാലോ, എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി. അതെ, ഇപ്പം തന്നെ വരണം. ഇപ്പം തന്നെ വരാൻ പറ്റുമോ ആകാശിന്? ശരി ശരി, ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം. അങ്ങനെ ആകാശ് കോള് കട്ട് ചെയ്തിട്ട് ബാലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് പുറത്തു വരെയൊന്ന് പോകണം. ആ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു, എന്താടാ ആകാശത്, കടയിൽ നല്ല തിരക്കുള്ള സമയല്ലേ? ബാലൻ പറഞ്ഞു, ഇപ്പം നീ ഒരിടത്തേക്കും പോകണ്ട, ഇവിടെ നല്ല തിരക്കാ, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അതെ, ധർമ്മനും രാമേണ്ണനും മാത്രമല്ലേ ഉള്ളൂ, പോരാത്തന്നെ ഒന്ന് രണ്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എൻ്റെ കാര്യങ്ങൾക്ക് പിന്നെ ഞാനല്ലാതെ വേറെ ആരാ പോകുന്നേ? ബാലന് ദേഷ്യമായി. ബാലൻ പറഞ്ഞു, ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നു, സ്വന്തം കാര്യം ചിന്താപാന്നുള്ള ചിന്താഗതിയാണ് നിനക്ക്. കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാലും നടന്നോളൂ, അതാര് വെള്ളം നോക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടില്ല നീ നടക്കണേ. ദേ ആകാശേ, രണ്ട് വളർത്തി കാലിയവിട്ടി ഉണ്ടല്ലോ, ഒടുവിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വരും, നീ വീഴത്തുള്ളൂ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അത് അച്ഛൻ്റെ വെറും ചിന്ത മാത്രമാണ്, എനിക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. അതും പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ധർമ്മം ബാലിനെ നോക്കി. ബാലിനാണെ ആകെപ്പാടെ ദേഷ്യമാണോ സങ്കടമാണോ, തന്നെ ധിക്കരിച്ചാണ് അവൻ പോയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആകാശ്. ബാലൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കട എന്ന് പറയുമ്പോൾ നിൽക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും, അതേ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആകാശ് നേരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും രാമേട്ടൻ അങ്ങോട്ട് വന്നു. രാമേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, പിള്ളേർക്കൊക്കെ ഒന്നൊരു വന്ന മാറ്റവേ കണ്ടില്ലേ, എല്ലാവർക്കും സ്വന്തം ഇഷ്ടം തീരുമാനമാണ്. എന്നെ ധിക്കരിച്ച് ഒരടി മുന്നോട്ട് വെക്കുന്നവനായിരുന്നില്ല ആകാശ്. ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ബാക്കിനെ ധിക്കരിച്ച് അവൻ പോയിരിക്കുന്നേ. അന്ന് ആരിനായിരുന്നു എന്നെ എതിർത്ത് നിന്നിരുന്നേ? അല്ല, ഇപ്പോഴവൻ എൻ്റെ പ്രിയപ്പെട്ടവനാ. കാരണം എനിക്ക് അവനിപ്പം നന്നായിട്ടറിയാം അവൻ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. അല്ലെങ്കിലും അവനെ പുറമേ പറയുന്നുള്ളൂ. അവൻ എന്തേലും ഉണ്ടെങ്കിൽ അത് മനസ്സ് വെച്ചോണ്ടിരിക്കില്ല, പുറമേ കാണിക്കും. പക്ഷെ ബാക്കിയുള്ളവരങ്ങനെയല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ. അപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു, ഇതാ രവീന്ദ്രൻ സാറുണ്ടല്ലോ, അയാൾ കാരണമാണ്. അയാളാണിപ്പം ആകാശനെ നിയന്ത്രിക്കുന്നത്. അതൊക്കെ എനിക്കറിയാൻ രാമേട്ട. പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല, പിന്നെ അത് വലിയ പ്രശ്നമാവും. മീനാക്ഷി അവിടെ ഉണ്ടല്ലോ, മീനാക്ഷിക്ക് വിഷമാകാത്ത രീതി വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട്. രാമേട്ടൻ പറഞ്ഞു, പുതിയ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാ ഓടി നടക്കുന്ന ആകാശ്. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നുമില്ല, അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഓട്ടത്തിലാണ്. ബാലൻ പറഞ്ഞു, ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാനൊരു തീരുമാനം എടുക്കേണ്ടി വരും. രാമേട്ടൻ നോക്കിയോ, അവന് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊന്നും തുടങ്ങാൻ പോകുന്നൊന്നുമില്ല. അവൻ്റെ വിചാരം എന്താ, അത്ര ഈസി ആയിട്ടുള്ള കാര്യമാന്നാ. കയറി ഇരുന്ന് കഴിയുമ്പോൾ അല്ലേ പഠിക്കുള്ളൂ. ഇപ്പോഴത്തെ ഇതൊക്കെ അങ്ങോട്ട് മാറും. രാമേട്ടൻ പറഞ്ഞു, ഇതേ ബാല, ഒരു കാര്യം ഞാൻ പറയാട്ടോ, അങ്ങനെ അവൻ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിനക്കായിരിക്കും ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്നൊക്കെ വേണ്ട, മക്കളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ അറിയാലോ അവൻ്റെ സ്വഭാവം ഞാൻ കുറച്ച് കാലം കൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയേക്കുക. അവനിപ്പോൾ രവീന്ദ്രൻ പറയുന്നതിൽ അപ്പുറം ഒരു വാക്കില്ല. അവനിപ്പോൾ ആരെ കൊന്നിട്ടാലും ശരി, എന്ത് കാണിച്ചിട്ടാലും ശരി, അവന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കിയതാ ബാല, പക്ഷെ അവൻ അമ്പയും വെല്ലിനും അടുക്കുന്നില്ല. രാമേട്ട, ഇനിയിപ്പോൾ അവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാമേട്ടൻ വെറുതെ പറഞ്ഞ് നാണം കെടാനും പോണ്ട. അതിന് എനിക്കെന്തായാലും ഒട്ടും താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയത്ത് മിത്ര എക്സാം ഹാളിലേക്ക് പോയായിരുന്നു. മിത്ര പോയി കഴിഞ്ഞപ്പം നല്ല ടെൻഷൻ ഉണ്ട് ആരിന്. എക്സാം എളുപ്പമായിരിക്കും എന്തോ, കാരണം ഇവിടം വരെ എത്താൻ പെട്ട പാട്. ആ ലോറി കേടാക്കിയത് ആരായിരിക്കും? അത് മിഥുനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ തിരികെ പോകുമ്പോൾ അവനെ കാണുവാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യണം എന്നൊരു ചിന്ത ആൻ്റെ മനസ്സിലുണ്ട്. താൻ അവൾക്ക് എക്സാം എഴുതേണ്ടതുകൊണ്ട് മാത്രം തനത്തെ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് ഓടി വന്നേ. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ എവിടെയുണ്ടല്ലോ അവനെ പൊക്കുമായിരുന്നു താനും. ഇനി എക്സാം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നതിന് ശേഷം വേണം കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്നൊക്കെ ആരിനിങ്ങനെ മനസ്സിൽ കണക്കൂട്ടുവാണ്. കുറേ സമയം, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഇറങ്ങി വന്നു. മിത്രയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആരിന് മനസ്സിലായി അവൾക്ക് എക്സാം എളുപ്പമായിരുന്നു. കാരണം മിത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ ജോലി വാങ്ങണം എന്നൊരു ചിന്ത മാത്രമേ മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് തിരികെ വണ്ടിയുടെ അരിയിലേക്ക് വരുവാണ്. ഇനിയിപ്പം വണ്ടിയൊക്കെ നന്നായിക്കൊണ്ട് വേണം തിരികെ പോരാനായിട്ട്. ആ സമയത്ത് ശ്രീദേവി റെസ്റ്റോറൻറ്റിലായിരുന്നു. അങ്ങനെ തിരക്കിട്ട ജോലിയാണ്. ഓരോരുത്തർ വരുന്നു, അവരുടെ അടുത്ത് പോയി ഓർഡർ എടുക്കുന്നു, സാധനങ്ങൾ കൊണ്ടേ കൊടുക്കുന്നു. പക്ഷേ എങ്കിൽ ശ്രീദേവിക്കാണെങ്കിലോ
നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഒരു പക്ഷെ തന്നെ അറിയുന്ന ആൾക്കാരാരെങ്കിലും വരുമോ, അല്ലെങ്കിൽ തന്നെ ആനന്ദേട്ടനാണെങ്കിൽ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം താന് സ്വപ്നത്തിൽ കിടന്ന് എന്തൊക്കെയോ പിച്ചും പയ്യൊക്കെ പറയുകയും ചെയ്തു. അതൊക്കെ ഓർത്തപ്പോൾ നല്ല ടെൻഷനാണ്. ദൈവമേ എന്തായി തീരുമെന്ന് അറിയില്ല. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിലും അവരോട് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാനായിട്ടാ? എല്ലാവരും കൂടെ തന്നെ കൊണ്ട് കുഴിയിലേക്ക് ചാടിക്കുമായിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല. കള്ളത്തിന് മീതെ കള്ളങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിചാരിച്ചാണ് ശ്രീദേവി ഓർഡറൊക്കെ എടുത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് അലോകും അനുസരിയും കൂടെ വരുന്നത്. അവരെ കണ്ട ശ്രീദേവി ഒരു നിമിഷം ഞെട്ടി. കാരണം അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ശ്രീദേവി. പെട്ടെന്ന് ശ്രീദേവി അവിടെ നിന്ന് മാറുവാണ്. ശ്രീദേവിക്കറിയാം താൻ എങ്ങാനും ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരം മൊത്തം പൊളിയുന്നു. അതിനേക്കാളുപരി ശ്രീദേവിയെ അമ്പരിപ്പിച്ച് അനുശ്രീ അലോകും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യമായിരുന്നു. അവരുടെ പെരുമാറ്റം മുട്ടിയിരിപ്പും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങാനും ബാലച്ചൻ അറിഞ്ഞ വീട്ടിലൊരു കൊലപാതകം തന്നെ നടക്കും. ഒരു കാരണവശാലും അനുശ്രീയെ പിന്നെ വീട്ടിൽ വെച്ച് ഉറപ്പിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. തനിക്ക് പോയി പറയാനും പറ്റില്ല. അനുശ്രീ ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു, 100 ചോദ്യങ്ങളാവും. താൻ IT കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. അതിനേക്കാൾ ഇവർ പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ ഇവളുടെ ജീവിതം നശിച്ചു പോകും. എന്താ വേണ്ടേ എന്നൊരു വല്ലാത്തൊരു ചിന്തയിലായിപ്പോയി. കാരണം ഇവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോടെങ്കിലും പറയാമെന്ന് വെക്കാം. പക്ഷെ അമ്മയാണെങ്കിലും തന്നെ ചോദ്യം ചെയ്യും. അപ്പം ഒന്നും മേലാത്ത അവസ്ഥ. ചെകുത്താനും കടലിനും ബെറ്റർ അവസ്ഥയായിപ്പോയി ശ്രീദേവിക്ക്. ഒടുവിൽ ശ്രീദേവി ഓർത്തു ഇപ്പം തലക്കാലത്തേക്കൊന്നും പറയണ്ട. അങ്ങനെ ശ്രീദേവി അവിടെ മാറി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ആണ് അവരെ അങ്ങോട്ട് തിരികെ പോകുന്നത്. കാരണം കുറേ സമയം അവർ സംസാരിച്ചിരുന്നു അവിടെ. ആ സമയത്ത് ശ്രീദേവി അകത്തേക്ക് കയറി വന്നു പോലുമില്ല. ശ്രീദേവി മാറി നിൽക്കുക. താൻ ചെന്ന് മുന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കഥ ഇതോടുകൂടി തീരുന്നറിയാം. അവർക്കാണെങ്കിൽ സംസാരിക്കാണ്ട് പുറത്തൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് വന്നേ. അവിടെ ഒന്നും ജ്യൂസൊക്കെ കുടിച്ച് നല്ല ആസ്വദിച്ച് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവരിറങ്ങി പോകുന്ന പോലും. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാനേജർ വിളിച്ച് ശ്രീദേവിയെ. എന്നിട്ട് ശ്രീദേവിയെ കുറച്ച് ചീത്ത പറയണം. കാരണം കസ്റ്റമർ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാ ഓർഡർ എടുക്കാണ്ട് വരുന്നത്. നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു, നിന്നെ പിന്നെ എന്തിനാ ഇവിടെ നിയമിച്ചതെന്നൊക്കെ ചോദിച്ച് ആ ചീത്ത ശ്രീദേവി കേട്ടു. കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ശ്രീദേവിക്കറിയാം ശ്രീദേവി കള്ളത്തരോ കാണിച്ചുകൊണ്ടിരിക്കണേ. ഇത് വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാവും. അപ്പം അതിനേക്കാളും ഭേദം മാനേജറുടെ വായിൽ നിന്ന് 2 ചീത്തയൊക്കെ കേൾക്കുന്നതാണല്ലോ. ഈ സമയം ബാലൻ കടയിലായിരുന്നു. അങ്ങനെ ബാലൻ കടയിൽ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി തിരക്കുള്ള സമയത്ത് ഫോണിൽ നോക്കുന്ന സമയത്താണ് ബാലൻ പെട്ടെന്ന് ആ വീഡിയോ കാണുന്നത്. 2 പേര് ഓടുന്നു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് മിത്ര ആരിനല്ലേന്ന് ഓർത്തു. അവർ കല്യാണത്തിന് പോയതാണല്ലോ. അവർ പിന്നെ ഇത് എങ്ങോട്ടാ ഓടുന്നത്? ഒരു നിമിഷം ഞെട്ടലോട് കൂടിയിട്ട് ആ വീഡിയോ കാണുവാണ്. അപ്പോഴേക്കാണ് ആ വ്ളോഗർ പറയണേ, അതെ ഇവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കണ്ടോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ്. എത്ര കഷ്ടപ്പെട്ടാണ് ഇവർ ഓടുന്നത്. ഇവരുടെ ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആര്യം പറയുന്ന ഒരു കാര്യം, ആരും പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാൻ എക്സാം എഴുതിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അവൾക്ക് പോലീസുകാരിയാനായിട്ട് ആഗ്രഹം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ബാലൻ. ബാലൻ അത്രയ്ക്കും പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ്. ബാലന്റെ വിചാരം ഒരിക്കലും ആരും തന്നെ എതിർത്തൊന്നും ചെയ്യത്തില്ല എന്നായിരുന്നു. അപ്പം ഇത്രയും കൊണ്ട് കല്യാണത്തിനൊന്നും പറഞ്ഞു പോയത് അത് എക്സാം എഴുതിക്കാനാന്ന് പറഞ്ഞപ്പോൾ ബാലന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം ബാലൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കടയിൽ രാമേട്ടനോട് പറഞ്ഞു ഞാൻ വീട് വരെ പോകാമെന്ന് പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ നേരെ വീട്ടിലേക്ക് വരിക. അങ്ങനെ ബാലൻ നേരത്തെ വന്നു കഴിഞ്ഞപ്പം കോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ, ബാലൻ എന്താ നേരത്തെ വന്നേ? അല്ല ആരിനും ഇത്ര ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല, രാവിലെ വിളിച്ചാ പിന്നെ വിളിച്ചതില്ലെന്ന് പറയാം. എന്താ ബാലേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരെങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ? കല്യാണത്തിന്. എവിടെ സ്ഥലം നോറ്റാൻ പറഞ്ഞോ? അത് പറഞ്ഞായിരുന്നല്ലോ, കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് എവിടെയാന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല ബാലേട്ടാ. എന്താ ബാലേട്ടാ, എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വരട്ടെ ഇങ്ങോട്ട്. നീ ഒരു കാര്യം ചെയ്യ, തൽക്കാലത്തേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ. അങ്ങനെ ഗോമതി വിളിച്ചു. ഗോമതി വിളിച്ചു കഴിഞ്ഞപ്പം ഇത്ര കോളെടുത്തിട്ട് ചോദിച്ചു, എന്താ അപ്പച്ചി, അല്ല കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞ് ഇറങ്ങി. അതെ, പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു ബാലേട്ടൻ, അധികം താമസിക്കരുതെന്ന്. അല്ലപ്പച്ചി അത് കുറച്ച് സമയം ലേറ്റ് ആവും. എന്താ ഇവിടം വരെ വന്നതല്ലേ, ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാന്നാ ആര്യം പറയണേ. കാരണം വണ്ടി നന്നാക്കാൻ കുറച്ച് സമയം പിടിക്കും, അതിനുള്ള സമയം വേണമല്ലോ. കോമതി പറഞ്ഞു, അതൊന്നും ബാലയുടെ സമ്മതിക്കില്ലെന്ന് അറിയാലോ. അധികം സന്ധ്യ ആകുന്നതിന് മുമ്പ് അവിടുന്ന് പോരണം തിരിച്ച്, അറിയാലോ. പരിചയമില്ലാത്തൊരു നാടാ, അതിനെ കൂടെ അധികം ചുറ്റിക്കറങ്ങാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തപ്പം മിത്ര ആര്യനോട് പറഞ്ഞു, ആര്യ അപ്പച്ചിയെ വിളിച്ചേ,
എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, ഓ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട, എക്സാം കഴിഞ്ഞല്ലോ, പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും ആര്യ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മൾ വഴിയിൽ കൂടെ ഓടുന്നെങ്ങാനും ആരെങ്കിലും പിടിച്ച് വല്ല വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ട പുകയാവും. കല്യാണത്തിനെന്നും പറഞ്ഞില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, തൽക്കാലത്തേക്ക് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. പക്ഷെ ഈ സമയത്ത് ബാലനാണെങ്കിൽ നല്ല ടെൻഷനോട് കൂടിയിട്ടായിരിക്കുന്നത്. അവര് വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ പാകത്തിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.